എനിക്കിപ്പോൾ ഹസ്ബൻഡ് ഇല്ലയെന്ന് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാനും ആ ഷോക്ക് മാറാതെ ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പെട്ടെന്നൊരു സെക്കൻഡിനുള്ളിലൊക്കെ സംഭവിച്ച് ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കും. അന്ന് തന്നെ 8-ാം തീയതി ഞങ്ങൾ ട്രാവൽ നിന്നിട്ട് പിറ്റേ ദിവസം അവർ വെറുതെ എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതായിരിക്കാം. ഈ 9-ാം തീയതി അവർക്ക് എന്തായാലും ഒരു 24 hours മുന്നേ അറിയാതിരിക്കത്തില്ലല്ലോ നാളെ ഫ്ലൈറ്റ് കാണത്തില്ല എന്ന്. അങ്ങനെ ഒഴിവാക്കി വിട്ടതായിരിക്കാം. അവർ ഒരു ടിക്കറ്റെങ്കിലും തന്ന് കുഞ്ഞിനെ സഹായിച്ചിരുന്നെങ്കിൽ, മോളുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ ഒരാളെ കാണുമ്പോൾ അത്രയും ആഗ്രഹിച്ചു മോൾ എത്തും എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. അതൊന്ന് ഹോസ്പിറ്റലിൽ ആരുമില്ല, പുറത്ത് നിൽക്കുന്ന പയ്യനെ ഞങ്ങൾ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം എന്തെങ്കിലും മോൾ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു വൈകി വന്നെങ്കിൽ അപ്പം തന്നെ ആരെങ്കിലും വിളിച്ച് ഹോസ്പിറ്റലെങ്കിലും എത്തിക്കുന്നു, ഒരു ജീവൻ കൈ കിട്ടിപ്പോയേനെ. മസ്കത്തിൽ മരിച്ച നമ്പി രാജേഷിന്റെ മൃതദേഹം ഇന്നലെയാണ് നാട്ടിലെത്തിച്ചത്. സംസ്കാരം കഴിയുകയും ചെയ്തു. സംസ്കാരത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചർച്ചയാകാം, സംസാരിക്കാമെന്നാണ് എയർ ഇന്ത്യ പറഞ്ഞത്. ഇപ്പോൾ നമ്പി രാജേഷിന്റെ ഭാര്യ അമൃതയും അമ്മയും മീഡിയയോടൊപ്പം ചേരുകയാണ്. അമൃത, ഇതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇന്നലെ ആ സമരത്തിന് ശേഷം അവർ സംസാരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോൺ ചെയ്ത് ഇതുപോലെ ഈ റീഫണ്ട് കാര്യം മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. അത് അവരും അവകാശപ്പെടുന്നത് അന്ന് തന്നെ എനിക്ക് റീഫണ്ട് തന്നു എന്നാണ്. പക്ഷെ തന്നിട്ടില്ല. എനിക്ക് റീഫണ്ട് കിട്ടിയത് 15 വൈകുന്നേരമാണ്. അവർ പറയുന്നത് അന്നേ തന്നു എന്നാണ്. അതിലും 310 രൂപ കുറച്ചാണ് തന്നിരിക്കുന്നത് റീഫണ്ട്. ഫുൾ റീഫണ്ട് തന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഇനിയുള്ള നിങ്ങളുടെ മറ്റ് നടപടികൾ എന്താണ്? നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്? തീർച്ചയായും എയർ ഇന്ത്യ തന്നെയാണ് കാരണം. കാരണം ഞാനൊന്നും അവിടെ ഒരാളെ പ്രസൻസ് ഉണ്ടായെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഹെൽപ്പെങ്കിലും ചെയ്യാമായിരുന്നു. നമുക്കറിയാമല്ലോ വലിയൊരു പ്രൊസീജിയറാണ് ഈ ആൻജിയോപ്ലാസ്റ്റി. ഒരു 1 month റെസ്റ്റും വേണം, കൂടെ ഒരാളും വേണം. രണ്ടും ഇല്ലായിരുന്നു. ഒറ്റയ്ക്കാകുമ്പോൾ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യുകയും കൂടെ ഒന്ന് വയ്യാന്ന് പറയുമ്പോൾ കൂടെ ഒരാൾ പോലും ഇല്ലായിരുന്നു. ഈ എയർ ഇന്ത്യ തന്നെയാണ് കാരണം. ഞങ്ങൾ എന്തായാലും അടുത്ത കേസിന് മൂവ് ചെയ്യും. ഈ കേസിന് മൂവ് എന്ന് പറയുമ്പോൾ ഇന്നലെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നലെ മന്ത്രി ഇവിടെ വന്നിരുന്നു. മന്ത്രി പറഞ്ഞത് എയർ ഇന്ത്യക്ക് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇന്നലെ ഇവിടെ വന്ന മന്ത്രി വി ശിവൻകുട്ടി അടക്കം പറയുന്നത്. അപ്പോൾ എയർ ഇന്ത്യക്കെതിരെ കേസ് കൊടുക്കുന്ന പറയുമ്പോൾ അതിൻ്റെ മറ്റു നടപടികൾ സംസ്ഥാന സർക്കാരിനെയാണോ സമീപിക്കുന്നത്, അതോ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തെയാണോ സമീപിക്കുന്നത്? അത് ഏത് രീതിയിൽ മുമ്പോട്ട് പോകാനാണ് ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആലോചന എടുത്തിട്ടുണ്ടോ? 2 രീതിയിൽ നമ്മൾ മൂവ് ചെയ്യും. എൻ്റെ പേരൻസാണ് എല്ലാം മൂവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നതല്ല, പക്ഷേ 2 കുഞ്ഞുങ്ങളുണ്ട്. അമൃതയുടെ ഭാവി. ഈ വീട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. വലിയൊരു പ്രതിസന്ധി, മുമ്പിലേക്കൊരു വലിയൊരു ഇരുട്ടാണ്. നമ്മൾ വെളിച്ചം മാറി ഒരു ഇരുട്ടിലേക്ക് പോകുന്ന ആ ഒരു സാഹചര്യമാണ്. നമ്മളിനി ഫൈറ്റ് ചെയ്യണം, അല്ലേ? അതെ, നിങ്ങൾക്കറിയാമല്ലോ ഒരു ഗൃഹനാഥനാണ് പോയിരിക്കുന്നത്. ഞാനും പഠിക്കുകയാണ്, ഞാനും സ്റ്റുഡൻ്റാണ്. 2 കുട്ടികളെ പഠിപ്പിക്കുന്ന വാടക വീട്. അപ്പോൾ ഒരാൾ പോകുമ്പോൾ ബുദ്ധിമുട്ട് അറിയാമല്ലോ. സത്യമായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നോലും അറിയത്തില്ല. ഞാൻ അത്രയും കൺഫ്യൂസ്ഡാണ്. ഒരാൾ പോകുമ്പോൾ വിഷമം. അതെ, എനിക്കിപ്പോൾ ഹസ്ബൻഡ് ഇല്ലയെന്ന് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാനും ആ ഷോക്ക് മാറാതെ ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പെട്ടെന്നൊരു സെക്കൻഡിനുള്ളിലൊക്കെ സംഭവിച്ച്. അപ്പോൾ നിങ്ങളുടെ അടുത്ത മൂവ്മെൻറ്റ് എന്താണ്? ഇപ്പം എല്ലാ തരത്തിലും ഞങ്ങൾ മെയിലേക്കോ അല്ലെങ്കിൽ നേരിട്ട് പേപ്പർ എടുക്കുകയോ ചെയ്യാമെന്നുള്ള തീരുമാനം തന്നെയാണ്. അവൾക്കെന്തെങ്കിലും എന്ന് വെച്ചാൽ എനിക്ക് വേറെ നിവൃത്തിയില്ല. എനിക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ അവളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. എന്തായാലും കേസിലൂടെ തന്നെയാണ് ഇത് പോകുന്നത്. ഇപ്പോൾ ഈ മാസം 2 കുഞ്ഞുങ്ങൾ, 3-യും 5-യും വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ. അമൃത പഠിക്കുന്നു. ഇനിയിപ്പോൾ ഈ മാസം അടുത്ത മാസം സ്കൂൾ തുറക്കുകയാണ്. വലിയൊരു സാമ്പത്തിക ചിലവടക്കമുണ്ട്. അപ്പോൾ അമൃത പറഞ്ഞ പോലെ ഇനി മുമ്പിലേക്ക് എന്താണെന്ന് പോലും അറിയില്ല. കുഞ്ഞുങ്ങളുടെ മാത്രമല്ല, മോളും പഠിക്കുന്നതല്ലേ. അവൾക്കും ഒരു വർഷത്തിൽ 1.5 ലക്ഷം ഫീസ് കൊടുക്കുന്നുണ്ട്, ബസ് ഫീസ് കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ അതിനുള്ള സാമ്പത്തികം എൻ്റെ അടുത്തില്ല. അതിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താലേ പറ്റത്തുള്ളൂ. മൃതദേഹവുമായി അവിടെ ഒരു പ്രതിഷേധം നടത്തുന്നു. ആ പ്രതിഷേധത്തിന് ശേഷം അപ്പോൾ അവർ അറിയിച്ചിരുന്നത് നിങ്ങൾ സംസ്കാരത്തിന് ശേഷം വരൂ, പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് പറയുന്നത്. അപ്പോൾ അതിന് തെളിവുമുണ്ട്. നിങ്ങൾ അതിന് ശേഷം വരൂ, നമുക്ക് സംസാരിക്കാം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി എന്തായിരുന്നു? അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വൈകിട്ട് 5 മണിക്ക് ഒരു സാറ് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കാരണം കൊണ്ടല്ല ഇങ്ങനെ സംഭവിച്ചത്. ഒരുപക്ഷെ ഫ്ലൈറ്റിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഞങ്ങൾ അത് അല്ലാണ്ട് ഈ ടിക്കറ്റ് ക്യാൻസൽ ആക്കിയിട്ട് അത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ല നിങ്ങൾക്ക് പ്രശ്നം വന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് ഒരു മെയിൽ ഐ ഡി തന്നിരുന്നു. നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്, എന്താണ് നിങ്ങളുടെ മനസ്സിൽ, അത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മെയിൽ ചെയ്യുക എന്നൊരു ഒറ്റ വാക്യം പറഞ്ഞു നിർത്തി. ഇനി കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഈ മെയിൽ വഴി കോൺടാക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതായത് ഇനിയിപ്പോൾ എല്ലാം മെയിൽ വഴി പറഞ്ഞാൽ മതി, അല്ലാതെ മറ്റൊന്നും പൂർണ്ണമായിട്ട് കൈ ഒഴിയുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഏതൊരു ഭാഗത്തു നിന്നാണ്. അതെ, അങ്ങനെ തന്നെയാണ് പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി മെയിൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞു.
അതിനെതിരെ നമ്മളിപ്പോൾ ഏത് രീതിയിലാണ് ഇനി മുമ്പോട്ട് പോകാൻ ആലോചിക്കുന്നത്? കാരണം ഒരു മെയിൽ അയക്കുന്നത് കൊണ്ട് അവർ ഇപ്പോൾ തുറന്നു നോക്കുന്നു. തീരുന്ന കാര്യമില്ലല്ലോ സാറേ, ഒരു ജീവിതം പോയാണ്. അപ്പം അവര് ഈ പറഞ്ഞ പോലെ അവര് ഒരു ടിക്കറ്റ് എങ്കിലും തന്ന് കുഞ്ഞിനെ സഹായിച്ചിരുന്നെങ്കിൽ, മോളുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ, ഒരാളെ കാണുമ്പോൾ അത്രയും ആഗ്രഹിച്ചു മോൾ എത്തും എന്നുള്ള ഭയങ്കര ആഗ്രഹമാണ്. അതൊന്ന് ഹോസ്പിറ്റലിൽ ആരുമില്ല, പുറത്ത് നിൽക്കുന്ന പയ്യനെ ഞങ്ങൾ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം എന്തെങ്കിലും മോൾ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു വൈകി വന്നെങ്കിൽ അപ്പം തന്നെ ആരെങ്കിലും വിളിച്ച് ഹോസ്പിറ്റലെങ്കിലും എത്തിക്കുന്നു, ഒരു ജീവൻ കൈ കിട്ടിപ്പോയേനെ. ഇതിപ്പം പോയി കിട്ടിയില്ലേ. അപ്പം അതിന് ആരും ഉത്തരം പറയണം? അവർ തന്നെയാണ് ഉത്തരം പറയണം. വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ആ പ്രതിസന്ധിയിൽ തളരാതെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാൻ തന്നെയാണോ തീരുമാനം? അതെ, തീർച്ചയായും ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കും. അന്ന് തന്നെ 8-ാം തീയതി ഞങ്ങൾ ട്രാവൽ നിന്നിട്ട് പിറ്റേ ദിവസം അവർ വെറുതെ എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതായിരിക്കാം. ഈ 9-ാം തീയതി അവർക്ക് എന്തായാലും ഒരു 24 hours മുന്നേ അറിയാതിരിക്കത്തില്ലല്ലോ നാളെ ഫ്ലൈറ്റ് കാണത്തില്ല എന്ന്. അങ്ങനെ ഒഴിവാക്കി വിട്ടതായിരിക്കാം. അതുമാത്രമല്ല, 9-ാം തീയതി 8-ാം തീയതിയും ഒമാൻ എയർ ഉണ്ടായിരുന്നു. അതേ ടൈമിൽ ഒരു 8:45 ഒമാൻ എയർ. അത് ഞാൻ ചോദിച്ചായിരുന്നു, ഈ റീഫണ്ട് ക്യാഷ് ഉടനെ തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു എക്സ്ട്രാ കുറച്ച് ക്യാഷ് ഇട്ട് നമുക്ക് ഒമാൻ എയറിൽ പോവാം. അതും അവർ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഉടനെ തരാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ അടുത്ത ഫ്ലൈറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്താൽ അതും പറ്റത്തില്ല എന്നാണ് പറഞ്ഞു. പിന്നോട്ടില്ല, നീതി തേടി ഫൈറ്റ് ചെയ്യുമെന്ന് തന്നെ ഈ കുടുംബം ആവർത്തിച്ച് പറയുകയും ചെയ്യുകയാണ്.